സൗരോർജ്ജ ഉൽപാദന രംഗത്ത് രാജ്യം ചരിത്രം കുറിക്കുകയാണ്. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സൗരോർജ്ജ ഉൽപാദക രാജ്യമായി ഭാരതം മാറിയിരിക്കുകയാണ്. ഈ വർഷം ജൂലൈയിലെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ മൊത്തം സൗരോർജ്ജ ശേഷി 119.02 ജിഗാവാട്ടാണ്. 90.99 ജിഗാവാട്ട് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ പ്ലാന്റുകൾ, 19.88 ജിഗാവാട്ട് ഗ്രിഡ് കണക്റ്റഡ് റൂഫ് ടോപ്പ് പ്ലാന്റുകൾ, 3.06 ജിഗാവാട്ട് ഹൈബ്രിഡ് പ്രൊജക്ടുകൾ, 5.09 ജിഗാവാട്ട് ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ഉൾപ്പെട്ടതാണിവ. കൃത്യമായ നയങ്ങളുടെയും തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും ഫലമാണ് ഈ നേട്ടങ്ങൾ. 26ാമത് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിൽ നടത്തിയ പ്രതിജ്ഞയുടെ ഭാഗമായി 2030 ആകുമ്പോഴേക്കും 500 ജിഗാവാട്ട് ഫോസിൽ ഇന്ധനേതര വൈദ്യുതി ശേഷി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളും അതിവേഗം പുരോഗമിക്കുകയാണ്. ഇന്ത്യയുടെ ക്ലീൻ എനർജി പരിവർത്തനത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണിത്. ഇന്ത്യയുടെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നുപോകുന്നത്. സൗരോർജ്ജ ഉൽപാദനത്തിൽ ഇത് രാജ്യത്തിന് അനന്തമായ സാധ്യതയാണ് നൽകുന്നത്. 748 ജിഗാവാട്ടാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ആകെ സൗരോർജ്ജ സാധ്യത. രാജ്യത്ത് ഏറ്റവും ഉയർന്ന സൗരോർജ്ജ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് രാജസ്ഥാൻ, ജമ്മുകശ്മീർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവ. സൗരോർജ്ജ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ജൂലൈയിൽ സൗരോർജ്ജ ശേഷി 4000% വർദ്ധിച്ചത് സമീപകാലത്തെ ഏറ്റവും വലിയ നേട്ടമാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി മാറി ജമ്മു കശ്മീരിലെ പള്ളി ഗ്രാമം. ഭാവി ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഊർജ്ജ സംരംഭത്തിന്റെയും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന്റെയും ആവശ്യകതയ്ക്ക് ഊന്നൽ നൽകിയതിന്റെ ഫലമാണ് ഇത്. PM സൂര്യഘർ യോജന, കുസും യോജന തുടങ്ങിയ പദ്ധതികൾ ഇതിൽ വലിയ പങ്കാണ് വഹിച്ചത്. സോളാർ മൊഡ്യൂളുകൾ, സോളാർ PV സെല്ലുകൾ, ഇൻഗോട്ടുകൾ, വേഫറുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് രാജ്യത്തിന്റെ സൗരോർജ്ജ നിർമ്മാണ മേഖല. ഇത്തരം ഘടകങ്ങളുടെ ഉൽപാദനം ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു വർഷത്തിനുള്ളിൽ സോളാർ മൊഡ്യൂൾ നിർമ്മാണശേഷി ഈ വർഷം മാർച്ചിൽ 74 ജിഗാവാട്ടായി ഉയർന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇത് 38 ജിഗാവാട്ടായിരുന്നു. അതുപോലെ സോളാർ PV സെൽ നിർമ്മാണം 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി ഉയർന്നു. ആദ്യത്തെ ഇൻഗോട്ട് വേഫർ നിർമ്മാണ സൗകര്യം ആരംഭിച്ചത് വലിയ നാഴികക്കല്ലാണ്. ഇത് മുഴുവൻ സൗരോർജ്ജ വിതരണ ശൃംഖലയും കൂടുതൽ ശക്തിപ്പെടുത്തി. ആഭ്യന്തരശേഷിയിലെ ഈ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് സർക്കാർ നയങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ട്. റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം, PM കുസും, CPACU സ്കീം ഫേസ് സെക്കൻഡ് തുടങ്ങിയ പദ്ധതികൾക്ക് കീഴിൽ നിർമ്മിച്ച പാനലുകളും സെല്ലുകളും ഉപയോഗിക്കുന്നത് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത സോളാർ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഇത്. ഇറക്കുമതി ചെയ്യുന്ന സോളാർ സെല്ലുകൾക്കും മൊഡ്യൂളുകൾക്കും 2022 ഏപ്രിൽ മുതൽ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഏർപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമാണ്. പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയുമാണ് ഇത്തരം നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ഊർജ്ജ രംഗത്തെ സ്വയം പര്യാപ്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ സൗരോർജ്ജ ഉൽപാദന രംഗത്ത് 30 മടങ്ങ് വർധനവുണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. एनर्जी के लिए बहुत सारे देशों पर डिपेंडेंट है. पेट्रोल हो, डीजल हो, गैस हो, लाखों करोड़ रुपए हमें खर्च करके लाना पड़ता है. हमें इस संकट से देश को आत्मनिर्भर बनाना, ऊर्जा में आत्मनिर्भर बनाना बहुत जरूरी है. हमने बीड़ा उठाया और आज 11 वर्ष में सोलर एनर्जी 30 गुना बढ़ चुकी है. हम नए नए डैम बना रहे हैं ताकि हाइड्रो का विस्तार हो और हमें क्लीन एनर्जी की उपलब्ध हो. സൗരോർജ്ജ രംഗത്ത് സർക്കാർ ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരുന്ന വിവിധ സംരംഭങ്ങളാണ് കഴിഞ്ഞ 11 വർഷത്തെ നേട്ടങ്ങൾക്ക് പിന്നിൽ. മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിച്ച് 1 കോടി ഇന്ത്യൻ കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന.
1 കിലോവാട്ടിന് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിനോ അതിൽ കൂടുതലോ ഉള്ള മേൽക്കൂര സോളാർ സിസ്റ്റങ്ങൾക്ക് 78,000 രൂപയും സർക്കാർ സബ്സിഡി നൽകുന്നു. കർഷകരെ പിന്തുണയ്ക്കാനായി ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് PM കുസും. ഡീസലിന് പകരം സൗരോർജ്ജം ഉപയോഗിക്കുന്നതിന് കർഷകരെ പദ്ധതി സഹായിക്കുന്നു. പുതിയ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിനോ പഴയ പമ്പുകൾ സോളാറിലേക്ക് മാറ്റുന്നതിനോ കർഷകർക്ക് 30% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. അവർക്ക് സ്വന്തം സ്ഥലത്ത് 2 മെഗാവാട്ട് വരെ ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ നിർമ്മിക്കാനും പ്രാദേശിക ഡിസ്കോമുകൾക്ക് വൈദ്യുതി വിറ്റ് പണം സമ്പാദിക്കാനും കഴിയും. സംസ്ഥാന നിർവഹണ ഏജൻസികളാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കർഷകർക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ പദ്ധതി 2030 ആകുമ്പോഴേക്കും ഫോസിൽ ഇന്ധന സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതോർജ്ജ സ്ഥാപിത ശേഷിയുടെ വിഹിതം 50% ഉയർത്താനുള്ള ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നു. വൈദ്യുതി ഗ്രിഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഡെവലപ്മെന്റ് ഓഫ് സോളാർ പാർക്സ് ആൻഡ് അൾട്രാ മെഗാ സോളാർ പവർ പ്രോജക്ട്സ് എന്ന സംരംഭവും നടപ്പാക്കി വരുന്നു. ഇതിലൂടെ 2026 മാർച്ചോടെ 40 ജിഗാവാട്ട് ഉൽപ്പാദനമാണ് ലക്ഷ്യമിടുന്നത്. ഇതുവരെ 13 സംസ്ഥാനങ്ങളിലായി ഏകദേശം 39,323 മെഗാവാട്ട് ശേഷിയുള്ള 53 സോളാർ പാർക്കുകൾക്ക് അംഗീകാരം ലഭിച്ചു. ഇതിൽ 18 പാർക്കുകൾ പൂർണ്ണമായും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവിടെ 10,756 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതികൾ ഇതിനോടകം പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതുകൂടാതെ 8 പാർക്കുകളിലായി 3,140 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതികൾ കൂടി പ്രവർത്തിക്കുന്നു. 26 സോളാർ പാർക്കുകളിലായി 13,896 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതികൾ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചു. ശേഷിക്കുന്ന പാർക്കുകളുടെ വികസനം പുരോഗമിക്കുകയാണ്. ഇന്ത്യയുടെ ക്ലീൻ എനർജി വളർച്ച എന്നത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുക മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക കൂടിയാണ്. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ലഭ്യമാക്കി ചരിത്രം കുറിക്കുകയാണ് വലിയ സോളാർ പാർക്കുകൾ. ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പദ്ധതികളിലൂടെ സാധിക്കുന്നു. PVTG ഗോത്ര വിഭാഗങ്ങളുടെ വികസന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഈ ദൗത്യത്തിന്റെ ഭാഗമായുള്ള പുതിയ സൗരോർജ്ജ പദ്ധതിയാണ് ധർത്തി ആബ ജൻജാതിയ ഗ്രാം ഉത്കർഷ് അഭിയാൻ. 18 സംസ്ഥാനങ്ങളിലെ ഗോത്ര PVTG മേഖലകളിൽ വൈദ്യുതി എത്താത്ത വീടുകളിൽ വൈദ്യുതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. വിദൂര ഗോത്ര മേഖലകളിൽ സമഗ്ര വളർച്ചയും സുസ്ഥിര ഊർജ്ജ ലഭ്യതയും പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ. 2014 മുതൽ ഇന്ത്യയുടെ സോളാർ PV സെല്ലുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഏകദേശം 21 മടങ്ങ് വർദ്ധിച്ചു. 2014 1.2 ജിഗാവാട്ടായിരുന്നെങ്കിൽ 2025 മാർച്ചിൽ അത് ഏകദേശം 25 ജിഗാവാട്ടായി ഉയർന്നു. അതുപോലെ സോളാർ PV മൊഡ്യൂളുകൾ നിർമ്മിക്കാനുള്ള ശേഷി 2014 2.3 ജിഗാവാട്ടിൽ നിന്ന് 2025 മാർച്ചിൽ ഏകദേശം 78 ജിഗാവാട്ടായി വർദ്ധിച്ചു. മധ്യപ്രദേശിലെ ഓങ്കാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പാർക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പാർക്കുകളിൽ ഒന്നാണ്. 600 മെഗാവാട്ട് ശേഷിയുള്ളതാണ് ഇത്. ജലാശയങ്ങളിലും കാര്യക്ഷമമായി സൗരോർജ്ജ പദ്ധതികൾ നടപ്പിലാക്കാനാകും എന്നതിന്റെ മികച്ച മാതൃകയാണ് ഇത്. മറ്റൊരു മാതൃകാ സംരംഭമാണ് അഗ്രി വോൾട്ടേക്സ്. സൗരോർജ്ജ ഉൽപാദനത്തിനും കൃഷിക്കും ഒരേ സമയം ഭൂമി ഉപയോഗിക്കാവുന്ന രീതിയാണിത്. ഇത് ഭൂവിനിയോഗവും കർഷക വരുമാനവും വർദ്ധിപ്പിക്കുന്നു. ഡൽഹിയിലെ സൺ മാസ്റ്റർ പ്ലാൻ, ജോധ്പൂരിലെ ICARന്റെ 105 കിലോവാട്ട് സിസ്റ്റം തുടങ്ങിയ പദ്ധതികൾ ക്ലീൻ എനർജി രംഗത്ത് ഇന്ത്യയുടെ പുരോഗതി കാണിക്കുന്നു. ആഭ്യന്തര ഉൽപാദനത്തിൽ മാത്രമല്ല, ആഗോള സൗരോർജ്ജ നേതൃത്വത്തിലും ഭാരതം അതിൻ്റെതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. 2015 ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് ആരംഭിച്ച ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. സൗരോർജ്ജത്തിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനായി പ്രവർത്തിക്കുന്ന 100-ലധികം രാജ്യങ്ങളുടെ ആഗോള സഖ്യമാണിത്. 2018 ISA അസംബ്ലിയിൽ ഇന്ത്യ ആരംഭിച്ച ഓൺ സൺ, ഓൺ വേൾഡ്, ഓൺ ഗ്രിഡ് എന്ന ആഗോള സോളാർ ഗ്രിഡ് വിഭാവനം ചെയ്യുന്ന സംരംഭമാണ്. The remarkable growth of solar energy is key reason in making this possible. Our solar energy capacity has increased 32-fold in the last 10 years. This speed and scale will also help us achieve 500 gigawatt non-fossil capacity by 2030. 100 ജിഗാവാട്ട് സൗരോർജ്ജം എന്ന ലക്ഷ്യം നേടിയെടുത്ത ശേഷം 2030ഓടെ 500 ജിഗാവാട്ട് ക്ലീൻ എനർജി,
2070 നെറ്റ് സീറോ എന്നീ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പാതയിലാണ് രാജ്യം. വലിയ സോളാർ പാർക്കുകൾ, റൂഫ് ടോപ്പ് സോളാർ, PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന തുടങ്ങിയ പദ്ധതികൾ രാജ്യത്തെ ഓരോ വീടുകളെയും ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായിക്കുകയാണ്. അങ്ങനെ ഭാരതം ഒരു ഹരിത ഭാവിയിലേക്ക് ശക്തമായി നീങ്ങുകയാണ്.